പ്രധാന നടൻ അജു വർഗീസ്, അതുപോലെ ദേവി അജിത്ത്, ഡയറക്ടർ വൈഫായ നൈന ജിബി, സോഹൻ സീനുലാൽ പ്രധാന നടൻ, അതോടൊപ്പം ഡിസ്ട്രിബ്യൂട്ടറായ ഗുഡ് ഡേ മൂവീസിന്റെ ശ്രീലാല്, പിന്നെ അമിത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എഡിറ്റർ, ഇവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഹായ്, നമസ്കാരം. താങ്ക് യു സോ മച്ച്. 2020 നമ്മളൊക്കെ ഇതേപോലെ മാസ്കുകളൊക്കെ ഇട്ട് കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ സിനിമകൾ ഇല്ലാതിരുന്ന സമയത്ത് നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് വളരെ ഒരു ന്യൂസായിട്ട് വന്ന ഒരു സിനിമയും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് നാൻസി റാണി എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. മനു എന്നാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അത് വളരെ യങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോളം മനു. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഈ സിനിമ ഇറങ്ങി കാണണം എന്നുള്ളത് മനുവിനോടൊപ്പം ഒരുപാട് ഫൺ മൊമെന്റ്സ് ആസ്വദിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഇടവേളകളിലും അല്ലാത്തപ്പോഴും എനിക്ക് ഒരുപാട് ആഗ്രഹം ആയിരുന്നു. മനു ആഗ്രഹിച്ച പോലെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്നുള്ളത്. അതിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് ഇനി ഒരു വെളിച്ചം കിട്ടുന്നു അല്ലെങ്കിൽ കാണുന്നു. അവിടെയാണ് മനുവിൻ്റെ വൈഫ് നൈനയുടെ ഫാദർ, ഇവർ രണ്ടുപേരും എന്നോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സായ പേരുകൾ എനിക്ക് പെട്ടെന്ന് മറന്നു, റോയ്, സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ വർഗീസ്, ഇവരോടൊപ്പം ചേർന്ന് ഈ വരുന്ന ഏപ്രിൽ 18 ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചേട്ടൻ്റെ ബാനർ ഞാൻ വീണ്ടും പറഞ്ഞു, ഗുഡ് ഡേ മൂവീസ് ആണ്. അത് ചെറിയ കാര്യമല്ല. ബിക്കോസ് ഇന്ന് നമുക്കറിയാം തിയേറ്ററിലോട്ടൊരു സിനിമ എത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ചെലവുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഈ ഒരു മനുവിൻ്റെ ഡ്രീമിന് ഒപ്പം സഞ്ചരിക്കുന്ന സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു ചേട്ടനോട്. ബാക്കി എനിക്ക് തോന്നുന്നു മുന്നോട്ടുള്ള നമ്മളുടെ കോൺവെർസേഷനിൽ നമുക്കറിയാൻ പറ്റും, നിങ്ങളോടുള്ള ഇന്ററാക്ഷനിൽ. സോ താങ്ക് യു സോ മച്ച്. അല്ല, അങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ല ചോദ്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ എല്ലാം ഒരു കാര്യം തന്നെ പറയാൻ പോണേ. ചോദിക്കുമ്പോ പറയാം, എന്തെങ്കിലും അതല്ല നല്ലത്. അതായിരിക്കും കുറച്ചുകൂടി നമ്മളും കംഫർട്ടബിൾ. ചേച്ചി ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ്, അപ്പൊ പിന്നെ പറയാം. നാൻസി റാണിയുടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അഹാന കൃഷ്ണയാണ്. അതൊരു സിനിമാ മോഹിയായ നടിയാവാൻ വേണ്ടിയിട്ട് ഭയങ്കര മോഹമുള്ള ഒരു കഥാപാത്രത്തെയാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരത്തി ആ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറേ സ്ട്രഗിൾസും അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ട ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ആ യാത്രയും എല്ലാമാണ് ആ സിനിമ മൊത്തത്തിൽ കാണിക്കുന്നത്. കേട്ടില്ല. ഈ മൈക്കിന്റെ ആണോ? ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ചേട്ടാ, ഹലോ ചേട്ടാ, ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്ട്രഗിള്, സിനിമ മോഹിച്ച് അതിനുവേണ്ടി പോകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്ന ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പ്ലോട്ടല്ല. എന്തുകൊണ്ടാണ് നാൻസി റാണി അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഇത് കമ്മിറ്റ് ചെയ്യണമെന്ന് തോന്നിക്കുന്നത് വ്യത്യസ്തമാവുന്ന എങ്ങനെയാണ്? ചേട്ടന് കേട്ടോ? എനിക്ക് എന്നോട് പറയുന്ന നാൻസി റാണി, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പം അതിൽ പൂർണ്ണമായും അതിൻ്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടർ, സിനിമയുടെ ആകത്തുകയിലെ കഥ, അതാണ് ഞാൻ ഭാഗമാവുന്ന സിനിമകളുടെ ഭൂരിപക്ഷം, എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം. നാൻസി റാണിയുടെ കഥ കേട്ടപ്പോൾ, ഇപ്പൊ നൈന പറഞ്ഞ പോലെ, ഒരു സിനിമാ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് അഹാന പ്ലേ ചെയ്തേക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യകമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം
ഒരു ട്രാവലാണ്, ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയുന്നത്. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട് ഇതിൽ. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസേരകൾ തികയില്ല. അത്രയും 32-33 വെരി നമുക്കൊക്കെ എത്ര 36. അതായത് എനിക്ക് ഇടയ്ക്ക് ഷൂട്ട് മാറിയൊക്കെ ആയിരുന്നു. അപ്പോൾ കോവിഡ് ടൈം ആണല്ലോ, അപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയ സമയത്ത് ഷൂട്ട് ഓർമ്മയുണ്ടല്ലോ. ഒരു ദിവസം ശ്രീനി സാറിനെ കാണുന്നു, ചില ദിവസം ലാൽ സാറിനെ കാണുന്നു, അർജുനെ കാണുന്നു, സണ്ണിയെ കാണുന്നു, അത് എളുപ്പം ധ്രുവനെ കാണുന്നു. സോ നമുക്കപ്പം ഞാൻ ഈവൻ ഇവിടുന്ന് ഇവരൊക്കെ ഈ കൊണ്ടിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമല്ല. സോ അത് വലിയൊരു അച്ചീവ്മെന്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്. രണ്ടാം സമയത്ത് ജോലി തന്നവർ, ഞങ്ങൾക്ക് ജോലി തന്നു, അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ വർക്ക് പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യമാണ്. നാൻസിയുടെ ലൈഫിലെ ജേർണി, അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക്കലി സിനിമ. എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് സിനിമ കാണേണ്ടി വരും. അതുപോലെ അജിച്ചേട്ടാ, ഇത് 2020 നടന്നൊരു ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ സിനിമ ഇറങ്ങുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയൊരു ടൈം പീരീഡിന് ശേഷം ഇറങ്ങുമ്പോൾ അതിനെന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോ നമ്മുടെ ചിന്തകൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ തിയേറ്ററിൽ എത്ര നാൾ നിലനിൽക്കും എന്ന് വിശ്വാസമുണ്ടോ? അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അദ്ദേഹം, ചേട്ടൻ തന്നെ അതിനെ കുറിച്ച് ഉത്തരം പറയണം. ബിക്കോസ് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് വന്ന മദഗജരാജ ഏകദേശം 18 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ്. ഒരു വൻ വിജയമായിരുന്നു സിനിമ. പിന്നെ സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമകളെപ്പോഴും എന്താ പറയുക, കാലത്തെ അതിജീവിക്കുന്ന തന്നെയാണ് സിനിമകൾ. ഇപ്പം പഴയ സിനിമകൾ നമ്മൾ കാണാറുണ്ടല്ലോ. നല്ലൊരു സിനിമയാണ് കണ്ടപ്പോൾ അത് പുറത്തിറങ്ങേണ്ട ആവശ്യമാണ് എന്ന് തോന്നി. ഇത്ര ആർട്ടിസ്റ്റുകളുള്ള പിന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതെങ്ങനെ പുറത്തിറക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത്. അത് വിജയമാണോ പരാജയമാണോ എന്നുള്ള പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് അതിനെ തുറന്നു വിടുക എന്നുള്ളതേ ഉള്ളൂ. സോഹൻ ചേട്ടാ, നമ്മൾ നോർമലി കാണുമ്പോൾ ഒന്നെങ്കിൽ ഒരു അയ്യോ ആവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പോലീസുകാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു കള്ളനായിട്ടായിരിക്കും. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഭാഗ്യത്തിന് ഇതിലൊരു കോളേജ് പ്രൊഫസറാണ്. കുറച്ച് നല്ല സ്റ്റുഡന്റ് ആക്കിയില്ല. ഈ അഹാനയുടെ ക്യാരക്ടർ പഠിക്കുന്ന കോളേജിലെ ഒരു നല്ലൊരു ലെക്ചറാണ്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതിന്റെ കൂട്ടത്തിൽ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ മനു എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംവിധായകൻ കൈയടിക്കുന്നത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും അദ്ദേഹം കൈയടിക്കും. അപ്പൊ അദ്ദേഹം കൈയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടറാണ്, ഓൾ ക്രൂ ക്ലാപ്പ് തരും. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു, ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ? അപ്പൊ മനു പറഞ്ഞു, ഇല്ല, അത്രയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു പ്രോത്സാഹനമല്ലേ. അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന, കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ആള് നമ്മുടെ ഒപ്പം ഇല്ലാത്തത് കൊണ്ട് പറയുന്നതല്ല, നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു മനു. അത് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, നിസ്സാരപ്പെട്ട കാര്യമല്ല. അത് എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഇതെങ്കിലും ചെയ്തെടുക്കണോ, അല്ലെങ്കിൽ ഒരാൾ നിർത്തിയെടുത്തിന് പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്? ഞാൻ ബേസിക്കലി മൂവി ഇൻഡസ്ട്രിയിലുള്ള ആളല്ല. മനുവിന്റെ മരണശേഷമാണ് ഞാൻ ഈ മൂവി മനുവിന്റെ മരണശേഷമാണ് ഈ മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ജോയിൻ ചെയ്തത്.
പിന്നെ അത് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായ ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത് മെയിൻലി ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സും അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഈ സ്റ്റേജിലിരിക്കുന്ന അജു ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ ഒരുപാട് ഗൈഡൻസും കാര്യങ്ങളും എല്ലാം അങ്ങനെ ചെയ്യുന്നതിന ഇങ്ങനെ ചെയ്യുന്നതിനെന്നെല്ലാം പറഞ്ഞ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇപ്പം ഈ ഒരു 2 years എടുത്തു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിലാണെങ്കിലും ഞങ്ങൾക്ക്. എന്നാലും ഞങ്ങൾ ബെസ്റ്റായിട്ട് തന്നെ അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത്. താങ്ക് യു. ഇന്റർവ്യൂസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് നല്ല അത്ര എനിക്കൊന്ന് റീസെന്റ് ഇറങ്ങിയ ഇന്റർവ്യൂസിലൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്റർവ്യൂസ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കോമ്പയിൽ നടന്നത്. പക്ഷെ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ റിയാക്ഷൻസ് വളരെ നെഗറ്റീവ് ആയിരുന്നു. റിവ്യൂസ് ഉണ്ടായാലും ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? നിന്റെ ചോദ്യം മൈക്കിന് താല്പര്യമില്ല. എന്തായിരുന്നു കേട്ടില്ല മൈക്കിന്റെ. അതായത് ഇപ്പം ആപ്കൈസഹോടെ ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, നിങ്ങളുടെ കോമ്പയിലുണ്ടെന്ന്. അത് അപ്പൊ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന്. അപ്പൊ അത്ര ഹൈപ്പിൽ നിൽക്കുമ്പോൾ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളായാലും ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ ധ്യാൻ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ല, ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, സിനിമ നന്നായിരുന്നെങ്കിൽ ഓടിയാണ്. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ സീക്രട്ടിന്റെ റിവ്യൂ ഞാൻ ഷെയർ ചെയ്തേനെ. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ അല്ല. കാരണം അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പോലും ധ്യാനും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു അൺഫോർച്ചുനേറ്റ്. കാര്യം അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാൻ അല്ല ഉത്തരം പറയേണ്ടത്, ഡാർവിൻ ചേട്ടനായിരുന്നു ഉത്തരം പറയേണ്ടത്. ആ ചോദ്യം ചോദിച്ചിട്ട് കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നും ഇല്ലായിരുന്നു. അത് ചോദിപ്പിച്ച ഫൈനലി, മനസ്സിലായോ? അയാൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അയാൾ ചോദിക്കാം, അയാൾക്ക് അഡ്രസ് ചെയ്യാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ അയാൾക്ക് ചോദിക്കണം, വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും മാറിപ്പോയി. ചിലപ്പം അദ്ദേഹം ധ്യാൻ ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാന്നായിരിക്കും. അപ്പൊ എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 0.1% ആയിപ്പോയി. ഇപ്പം അതിനെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത്, മനുഷ്യനല്ലേ. പക്ഷെ അത് മാത്രമല്ല തമാശ കാര്യമല്ല, ഒരു നേഷന്റെ ഒരു GDP-ക്കൊക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ്, ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് പോകുന്നത്. അതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച ആളിൽ നിന്ന് മാറ്റി ചോദിക്കായിരുന്നു. പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു. ഞാനും ധ്യാനും രമേശ് ചേട്ടനും ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണുന്നു. എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല. അവർ രണ്ടും ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നവരാണ്. സിനിമയ്ക്ക് യെസ് എന്ത് ചെയ്യാൻ പറ്റും. അബ് കൈസേ ഹോ ഇതേപോലെ തന്നെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികൾ ഉണ്ടായിരുന്നു. നമുക്ക് 3 ലൊക്കേഷനേ പറ്റുള്ളൂ ഷൂട്ട് ചെയ്യാൻ. പോലീസ് സ്റ്റേഷൻ, വീട്, റോഡ്. ആ റോഡിലാണെങ്കിൽ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പലതും പറ്റില്ലാറില്ല, മനസ്സിലായോ? കാര്യം അങ്ങോട്ട് ഓടിച്ചെടുപ്പോൾ അവന്റെ ഒരു പടം ഉണ്ടാവും. അപ്പോൾ ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ അതിനെ എന്താ പറയുക ഡിസോൺ ചെയ്യുന്നില്ല. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും തന്നെ റൈറ്റ് ഉണ്ട്. കാര്യം അവര് കാശ് മുടക്കിയാണ് തിയേറ്ററിൽ വരുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇതൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ മറ്റ് ഇൻഡസ്ട്രീസ് നോക്കുവാണെങ്കിൽ തെലുങ്കായാലും തമിഴായാലും കർണാടക ആയാലും, അപ്പം അവരെല്ലാരും പറയുന്നത് മലയാള ഇൻഡസ്ട്രിയാണ് കണ്ടന്റ് ഓറിയന്റഡ് വൈസ് മുന്നിൽ നിൽക്കുന്നത്, ടെക്നിക്കലി മുന്നിൽ നിൽക്കുന്ന മലയാളം സിനിമയാണ്. അപ്പം ഒരു എക്സാമ്പിൾ ഇപ്പോഴും മലയാളം എന്തെങ്കിലും എക്സാമ്പിൾ ആണെങ്കിൽ ഒരു റെഫർ ചെയ്യണമെങ്കിൽ അവർ റെഫർ ചെയ്യുന്ന മലയാളം സിനിമയാണ്. പക്ഷേ കളക്ഷൻ റെക്കോർഡുകൾ നോക്കും മലയാള സിനിമ ഏറ്റവും പുറകിലും ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് മുമ്പിലുമാണ്. എന്തുകൊണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്? വലിയ ചോദ്യമാണ്. ഞാൻ അതിന് ഉത്തരം പറയാൻ പറ്റിയ ഒരാളുമല്ല. കുറച്ച് സിനിമകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 3 സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന 5 സിനിമ. അത് വെച്ചുകൊണ്ട് എനിക്ക് ഈ കണക്കുകൾ പറയാൻ അറിയില്ല. ഒന്ന്, മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് അതിന്റെ കണ്ടന്റിലാണെന്ന്. അതിപ്പോ തുടങ്ങിയ ഒരു പ്രതിഭാസമൊന്നുമല്ല. 1960-കളിലും 70-കളിലും 80 ചെമ്മീന് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് ആണിത്, അറിയോ? അപ്പം ചെറിയ കാര്യമല്ലല്ലോ. അന്ന് പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പടമാണ്. അന്നോട്ട് നമുക്ക് എന്തായിരുന്നു, പണ്ട് പറയില്ലേ, നമുക്ക് ഒരുപാട്
കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല. നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് അതുപോലെ നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടന്റും ഉള്ളൂ. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല. ഇന്ന് അതിനൊരു ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട്. ബിക്കോസ് പോസ്റ്റ് കോവിഡ് നമുക്ക് കുറച്ചുകൂടി പ്രേക്ഷകരെ കിട്ടി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മളതിനെ എഴുതി അതിനൊരു ജഡ്ജ്മെന്റിലോട്ട് എത്തണ്ട. മലയാള സിനിമ നാളെ കുറേയും കൂടി ഭാഷകളിലും ദേശങ്ങളിലും കണ്ടു തുടങ്ങുന്ന കാലം വരും. അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റ് റിക്കവറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് 100 കോടി ക്ലബും 200ഉം 1000 ഒക്കെ അന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും. ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ഡിസോൺ ചെയ്യുന്നതിനോട് എനിക്ക് എതിരഭിപ്രായമാണ്. ഞാൻ ഇന്ന് വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഹീറോ ആയ സിനിമയാണ്. അതിന് 100% അവകാശം എനിക്കുള്ളതുണ്ട്. അല്ലാതെ വേറൊരു ആള് ചെയ്തൊരു സിനിമയെ അതിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ അതിനോട് സഹകരിക്കാതിരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. സിനിമയുടെ റിസൾട്ട് എന്തും ആവാം അല്ലെ, നമ്മൾ ഒരിക്കലും ഓടില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓടുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച സിനിമകൾ നന്നായി ഓടിയിട്ടുണ്ട്, തിരിച്ചും സംഭവിക്കുന്നുണ്ട്. സോ പ്രേക്ഷകരാണല്ലോ യഥാർത്ഥ വിധികർത്താക്കള്. അത് നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കുക. പിന്നെ വിജയം വരുമ്പം ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ആ ഹീറോയുടെ ഫാൻസ് അത് അദ്ദേഹത്തിന്റെ സിനിമയാക്കി മാറ്റും. നാച്ചുറലി വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം വരുമ്പോഴും അത് ബെയർ ചെയ്യേണ്ടി വരും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. അത് അതിനൊരു എന്താ പറയാ ലിഖിതമായ ഒരു നിയമമില്ല. അത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അങ്ങ് പോകുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘനാള് ഒരു വെക്കത്തില്ല. നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശം ആയിട്ട് അവർക്ക് തോന്നുന്നൊരു സിനിമ ചെയ്യുമ്പം ഒരു പിണക്കം, അതൊരു താൽക്കാലികമായ ഒരു പിണക്കമാണ്. ആ പിണക്കത്തിന്റെ ഒരു റിയാക്ഷൻ ആണത്. ചിലപ്പോൾ റിവ്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ ചിലപ്പോൾ വോയിസ് നോട്ട്സിൽ വരാം, അല്ലെ മെസ്സേജ് ആയിട്ടൊക്കെ വരാം. നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലത് പറയാറുമുണ്ട്. സോ അത് എന്നും ഒരു പെർമനന്റ് സ്റ്റേറ്റ് ഇല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ഹെൽത്തി വേ ഓഫ് ക്രിറ്റിസിസം രണ്ടു കൂട്ടരിലും നിൽക്കുക. പ്രേക്ഷകരുണ്ടെങ്കിലേ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എല്ലാ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട്. എല്ലാം അറിയില്ല കേട്ടോ. ഒരു മന്ത്രിമാർ തന്നെ പറയുന്നത് സിനിമ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും, സിനിമയുടെ വയലൻസ് കണ്ടന്റുകൾ കുട്ടികളിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അവരെ ക്രൈം ചെയ്യാനായിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. അപ്പോൾ ഓൾറെഡി സിനിമയിൽ സെൻസർ ചെയ്യുന്നത് കടുപ്പമാണ്. ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് വിടുകയാണ്. കാരണം ആവിഷ്കാരം അവിടെ തന്നെ ചെയ്യുന്നത്. ഇനിയും കടുക്കണമെന്നാണോ പറയുന്നത്, അതോ സിനിമ എല്ലാ വൃത്തികളാണ് എന്ന് കാണണം? ഇതിപ്പോ നാൻസി റാണിയായിട്ട് ക്ലബിൽ പറയുകയാണെങ്കിൽ നാൻസി റാണി ഇതിനൊക്കെ നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. നാൻസി റാണി ആണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ വ്യക്തിപരമായി സെൻസർഷിപ്പിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പ്രേക്ഷകരാണ് നേരത്തെ അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധികർത്താക്കൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ. ഏത് തരം സിനിമകൾ വന്നാലും അതൊക്കെ തള്ളണോ കൊള്ളണോ എന്നൊക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതോട് 1% പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. സിനിമ ബഹുഭൂരിപക്ഷം സിനിമകളും നന്മയുള്ള ഹീറോന്റെ കഥകളാണ്.
അതൊന്നും ആൾക്കാരെടുക്കാത്ത എന്താ? ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന വയലൻസുകളെ അതുമായിട്ട് കണക്ട് ചെയ്യണം. അല്ലാതെ സിനിമ സ്വാധീനിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഹീറോസ് ആവേണ്ട ആൾക്കാരാണ്, നല്ല മനുഷ്യരാവേണ്ട ആൾക്കാരാണ്. ഭയങ്കരമായ മയക്കുമരുന്നിന്റെ ഉപയോഗം, പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പൊ കുട്ടികള് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു ഫ്രീഡത്തിന്റെയും കൂടി ആവശ്യമുണ്ട്. ഒരു ന്യൂക്ലിയർ ഫാമിലി അവർക്ക് ഫ്രീഡം ഇല്ല, പുറത്തു പോയാൽ ഫ്രീഡം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അത്തരം ഡിപ്രഷൻ, അത്തരം പ്രശ്നങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക്, പിന്നെ അവരുടെ ചുറ്റിനും മലയാള സിനിമ മാത്രമല്ല, വയലൻസ് നമ്മളെക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരീസുകളും ഒരുപാട് വീഡിയോസും ഒക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോ മാറിയ സാമൂഹിക അന്തരീക്ഷം, ലഹരിയുടെ അതിഭീകരമായ ഉപയോഗം, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. സിനിമ അതിഭീകര വയലൻസ് ആണെങ്കിൽ നമ്മൾ കാണില്ല. ഇപ്പൊ ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നമ്മളുടെ ഒരു ജനറേഷനിലുള്ള പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് പോലുമില്ല. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്തെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറ്റം പറയേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, സിനിമയുടെ നെഞ്ചത്തോട്ട് ആർക്കും വേണമെങ്കിൽ കയറാലോ. അപ്പൊ എല്ലാത്തിനും ആൻസർ സിനിമ, അത്രയല്ലേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിക്കൊള്ളുന്നവർ പറയും. ഇപ്പൊ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഹാനയാണ്. അപ്പം എന്തുകൊണ്ടാണ് പ്രൊമോഷൻ അഹാന വരാണ്ടിരുന്നത്? ഷൂട്ടിലാണോ നേരത്തെ ഇങ്ങനെ ഒരു വിവാദം വന്നിരുന്ന ഒരു നടി പ്രൊമോഷൻ സംസാരിച്ചിരുന്നു. പിന്നെ പ്രൊഡക്ഷനും PROസും എല്ലാവരും സംസാരിച്ചിരുന്നു, ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്നും പറഞ്ഞ്. ബട്ട് എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത്, ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ പുള്ളിക്കാരത്തി ഇപ്പോഴും അത് മേ ബി മറന്നിട്ടുണ്ടാവില്ല. 3 years കഴിഞ്ഞു ഇപ്പൊ. അങ്ങനെയാണെങ്കിലും ആഫ്റ്റർ ഓൾ 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് എനിക്കറിയില്ല. ഏതുകൊണ്ടും കൂടെ ഞാനിപ്പോഴാണ് ഈ കാര്യം അറിയണത്. അതെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഞാൻ കയറി ചോദിക്കല്ല. ഇപ്പൊ ഈ ദീപു ചേട്ടന്റെ കാര്യവും ഈ കാര്യം എന്നുള്ള 2 കാര്യങ്ങൾ ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നതാണെന്നും പറയുന്നു. അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രിയിൽ? നമ്മൾ സ്ഥിരം ഇതിന് മുമ്പിലായതുകൊണ്ടേ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷന് തിരക്കാം. എന്താണെന്നറിയോ, നിങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ചാൽ ബെറ്ററാ. ഇത് ഫീഡിൽ വരുമ്പം ചോദ്യത്തിന് ചോദ്യമില്ല. ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ഇതിനു മുമ്പ് പല ഇൻസിഡന്റ്, ഷൈൻ ടോമിന്റെ ഒരു ചിത്രത്തിൽ ഒരു നായിക ഇതേപോലെ ചെയ്തിരുന്നു, ഫഹദ് ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രൊമോഷന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണോ? തീർച്ചയായിട്ടും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നയന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം 2 കൂട്ടർക്കും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു മുറിയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പൊതുവെ ഒരിക്കലും നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പം ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ ക്രൂരൻ, നിങ്ങൾ മിററാണ്, നിങ്ങൾ ആവശ്യമാണ്. പക്ഷെ എന്റെ കാര്യത്തിന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, നിങ്ങളുടെ സഹായം വേണ്ട. അല്ല, ഒരു ആക്ടർ എന്നല്ല, ഒരു പ്രൊഡ്യൂസർ എന്ന ലെവലിൽ ചിന്തിച്ചു നോക്കിയാലോ? ഞാൻ അത് തന്നെ ചെയ്യും. ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എന്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിൽ പോയി കാണും. ഞാൻ മീഡിയയിൽ വന്ന് പറയാറുണ്ടോ? പിന്നെ നൈന ഇത്രയും കാലമായിട്ടും എന്റെ അറിവിൽ ഇല്ലായിരുന്നു. നൈന ഇത്രയും കാലം ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ നാൻസി റാണി എന്ന് പറഞ്ഞ സിനിമ റിലീസാകുമ്പോൾ അതിന്റെ പ്രൊമോഷന് വരണം എന്നുള്ള എഗ്രിമെന്റ് ഒന്നും അഹാനയായിട്ട് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്.
നോർമലി നമ്മളെല്ലാവരും എഗ്രിമെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നതാണല്ലോ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം. മേ ബി എന്താണ് റീസൺ എന്ന് എക്സാക്ട്ലി എനിക്കും അറിയത്തില്ല. എനിവേ എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരുത്തുന്ന ഒരാളെ അത് മുഴച്ചു തന്നെ നിൽക്കും, ഏത് സിനിമയുടെ ആയിക്കോട്ടെ. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ നാൻസി റാണി, ഇപ്പം ചേച്ചിക്കും സോൻ ചേട്ടനും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവനും അടുത്തവനെ കണ്ടപ്പോൾ മനുവിന് വേണ്ടി ഈ സിനിമ ഞങ്ങൾക്കൊക്കെ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ലാലേട്ടൻ ഇത് ഇറക്കുന്നു, അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്, ആൻഡ് വി ആർ വെരി താങ്ക്ഫുൾ. കാര്യം അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണും. സിനിമ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇറങ്ങാതിരുന്നൊരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ ഒരു മാസമാണ് കഴിഞ്ഞു പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര പ്രസക്തി ഉണ്ട്. അപ്പം നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്നും ആഗ്രഹിക്കാം. അജു ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ അജു ചേട്ടനോട് വളരെ റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണിത്. അർജുൻ അശോകൻ, ഈ പറഞ്ഞ പോലെ അഹാന കൃഷ്ണ, ധ്രുവൻ, നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു 36 പേരോളം ഇതിലുണ്ടെന്ന്. അജു ചേട്ടൻ തന്നെ ഞെട്ടി ഇങ്ങനെ ഓരോ ദിവസം സെറ്റിൽ ചെല്ലുമ്പോ ഓരോ ആൾക്കാര്. പക്ഷെ അത്രയും പേരുണ്ടായിട്ടും അജു ചേട്ടന് മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ ഈ പ്രസ് മീറ്റിന് വന്ന് ഇങ്ങനെ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ. ദേവി ചേച്ചി ട്രിവാൻഡ്രത്തും, അല്ല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും. ദേവി ചേച്ചി അട്ടപ്പാടിയിൽ നിന്ന് വന്നതാ. സോഞ്ചാരനും ഞാനും പിന്നെ കൊച്ചിയിലുള്ളവരാണ്. അല്ല അതിപ്പോ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് എടുത്തു. തീർച്ചയായിട്ടും ചേച്ചി എല്ലാവരും കേട്ടോ. അപ്പം അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഇപ്പൊ ലാൽ സാർ ഒരു പറഞ്ഞ ദിവസം ലാൽ സാറ് ചെന്നൈയിലാണ്. ശ്രീനി സാറിന് നമുക്കറിയാം, അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു പ്രൊമോഷൻ ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യമില്ല. അഹാനയുടെ കാര്യം ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു. അർജുൻ സുമതി വളവിന്റെ ഷൂട്ടിലാണ്, ധ്രുവൻ ഷൂട്ടിലാണ്. നാച്ചുറലി ഇന്നത്തെ ടൈമിങ്ങിനനുസരിച്ച് അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഈ പ്രസ് മീറ്റ്. ഇനി ഇത് പതുക്കെ പതുക്കെ മീഡിയയിലോട്ട് അറിയിക്കും തോറും ഏപ്രിൽ 18 എന്നുള്ളൊരു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഇവരിലൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. കാരണം ഇപ്പൊ ഇവിടെ പോസ്റ്ററിൽ പോലും കാണുന്നത് അഹാന കൃഷ്ണയുടെ മുഖമാണ്. എല്ലാ പോസ്റ്റേഴ്സിലും അജു ചേട്ടന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. അത് നാൻസി റാണി. തീർച്ചയായിട്ടും. അപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു കൂടുതൽ ഒരാൾ വേണോ അല്ലേ? അതെ അതെ അതെ. അപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവായ ഒരാളാണ് അഹാന. അപ്പോ ഈ അഹാനയ്ക്ക് ഇപ്പോ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴും ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ് മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാനെ. അപ്പോ അത്തരത്തിലുള്ള ആളുകള് മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവര് തന്നെ ഇന്റർവ്യൂവിൽ അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് ചെയ്ത കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പിന് എങ്ങനെയാണ് അജു ചേട്ടൻ നോക്കിക്കാണുന്നത്? ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന എന്നുള്ളത് ഇനിയും നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല. കാര്യം ഒരാളില്ല അല്ലെ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കണം. ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയിട്ട്, പക്ഷെ അഹാനയ്ക്ക് പറയാം. അഹാന പറയുന്നത് ഇനി നമുക്ക് വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാര്യം മനു ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോയിട്ട് കാര്യമില്ല, ഒരു ഡെഫിനറ്റ് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി മനു ആയിട്ടുള്ള ഒരു ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഞാൻ അയാളുടെ കൂടെയുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. അതെനിക്കിപ്പോ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മനസ്സിലായോ? അപ്പൊ അത് ഇത് നിന്നോട് പറഞ്ഞുതരാം. പക്ഷെ ആ ഒരു ബന്ധമുണ്ട്, ആ ബന്ധമാണ് സിനിമ സെക്കൻഡറി, ബന്ധമാണ് പ്രൈമറി. ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴിയാണ്. എന്റെ അവസാനത്തെ ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് അഗെയിൻ. അപ്പൊ എനിക്ക് പ്രൈമറിലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലിറ്റിൽ ഇമ്പോർട്ടന്റ്. അപ്പം അയാൾ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാളുടെ കൂടെ ചിരിച്ചതാണ്. കോവിഡ് സമയത്ത് അയാൾ എനിക്ക് EMI അടയ്ക്കാൻ സഹായിച്ച ആളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ അർജുൻ അശോകൻ തുടങ്ങിയവരുടെ വളവിന്റെ ഷൂട്ടില്ല ഇൻട്രസ്റ്റഡ് ആണ്. വരും, ധ്രുവൻ വരും. ലാൽ സാറ് കോണ്ടാക്ട് ചെയ്തപ്പോഴും ചെന്നൈയിലാണ്. നമുക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പ്രൊഡക്ഷന് താല്പര്യമില്ല. ഇനിയും വരും ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി April 18 എന്ന് പറഞ്ഞ റിലീസിന് മുമ്പുള്ള
പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാവില്ലേ, അതിൽ മിക്കവരും ഒക്കെ സഹകരിക്കും ഉറപ്പായിട്ടും. ചേട്ടാ, ഈ അടുത്ത് അമീർ ഖാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നേ, 20 വർഷമായിട്ട് പ്രതിഫലം വാങ്ങാതെയാണ് അമീർ ഖാൻ അഭിനയിക്കുന്നത്. ഒരു സിനിമ ഹിറ്റായാൽ ആ ഹിറ്റായതിൽ നിന്ന് പ്രോഫിറ്റോ അതോ അദ്ദേഹത്തിന്റെ സാലറിയോ മേടിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട താരേ സമീൻ പർ പോലുള്ള സിനിമകളൊക്കെ ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. ഏതാണ്ട് ഇതേ നിലപാട് മലയാള സിനിമയിൽ ചില പ്രമുഖരെടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറില്ലേ? ഇവിടെ ചെയ്യുന്നവരുണ്ടല്ലോ, മമ്മൂക്കയൊക്കെ ചെയ്യുന്നുണ്ട് ചില അങ്ങനെ സിനിമകൾ. പേരെടുത്ത് പറയണ്ട, ചെയ്യുന്ന എല്ലാ എന്റെ സുഹൃത്തുക്കളായ താരങ്ങളുണ്ട്, അപ്പം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട് ഫീനിക്സിന്, ഓടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പൊ ആസ് എ പ്രൊഡ്യൂസർ അമീർ ഖാന്റെ ആ നിലപാടിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? നല്ല കാര്യമാണ്, കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പ്രൊഡ്യൂസേഴ്സും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മീഡിയയിൽ നിന്ന് ഇത് സംസാരിക്കുന്നതിനോട് എനിക്ക് പൊതുവെ എന്റെ സ്റ്റേറ്റ് ഓൺ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് ആ അപ്കേസോട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അമീർ ഖാൻ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ട് അദ്ദേഹമല്ല. ഇതിനു മുമ്പേ ഇവിടെ ഈ പറയുന്ന പോലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ ഹൗ യു ക്യാൻ കോൾ ഇറ്റ്, അത് സംഭവിക്കാറുണ്ട്. കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിന് വേണ്ടി സഹകരിച്ച് നിന്നിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിന്റെ വിഹിതം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ വെച്ച് ഷെയർ ചെയ്യാറുണ്ട്. അത് ആദ്യമായിട്ടല്ല. പിന്നെ എന്താ പറയാ, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് മുന്നോട്ട് നിർബന്ധിച്ച് വെക്കാന്നൊരു കാര്യമല്ല അല്ലേ. നമുക്കിപ്പോ ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങൾ അതിനോട് അങ്ങനെ സഹകരിക്കാന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കും കൂടെ താല്പര്യമാണെങ്കിൽ അല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചെയ്തു, ആ സിനിമ ഓടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല. ഈ ആമസോൺ പ്രൈമിൽ വന്നപ്പോൾ ഇത് വന്നു, അതിന്റെ റോങ് മാർക്കറ്റിംഗ് ആയിരിക്കാം റീസൺ. ആ സിനിമ ഒരു ഹൊറർ ചിത്രമായിട്ടാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. അതിനെ ഒരു ഫാമിലി ചിത്രമായിട്ടായിരുന്നു മാർക്കറ്റ് ചെയ്യേണ്ടത്. അജു ചേട്ടാ, ബേസിൽ ജോസഫ് അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ് ഇവരുടെയൊക്കെ സിനിമാ പ്രവേശനത്തിന് അജു ചേട്ടനൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അവര് തന്നെ അത് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇത്രയും പ്രൊമിനന്റ് ആയിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിൽ അജു ചേട്ടൻ വളരെ സ്കിൽഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ നല്ല ഫിലിം മേക്കേഴ്സ് ആയി പിന്നീട് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ബേസിൽ ജോസഫ് ഇപ്പൊ നല്ലൊരു താരമാണ്, ജനപ്രിയ താരമാണ്. അപ്പോ അജു ചേട്ടൻ അങ്ങനെ ഒരു സ്കില്ലുള്ളപ്പോ അജു ചേട്ടൻ ഒരു പടം ഡയറക്റ്റ് ചെയ്തുകൂടെ? ഒരു സംവിധായകനെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലുണ്ട്, എന്തുകൊണ്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ ഫ്യൂച്ചറിലായാലും? വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് ഡയറക്ഷൻ. എൻ്റെ ഒരു ക്യാരക്ടറിന് മാച്ച് ആവുന്ന ജോലിയല്ല. ഞാൻ അത്രയും അറ്റ് എ ടൈം ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരു ഡയറക്ടറിന്റെ ജോലിയിൽ 10-21 ഡിപ്പാർട്ട്മെന്റ്സ് വരും. ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷർ ഉള്ളൊരു കാര്യമാണ്. എന്നെ കൊണ്ട് ചിലപ്പം അതിനുള്ളൊരു ആംബിയർ ഇല്ല എന്ന് എനിക്ക് എവിടെയോ ജേക്കബിൽ ഞാൻ അസിസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ ആസ്വദിക്കില്ല എന്ന് ഉറപ്പായി. ആസ്വദിക്കാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടില്ലല്ലോ. എങ്ങനെയാണ് അപ്പോ ബേസിൽ ജോസഫിനെയും മിഥുൻ മാനുവൽ തോമസിനെയൊക്കെ മനസ്സിലാക്കിയത്? അവരുടെ പാഷൻ എങ്ങനെയാ മനസ്സിലാക്കിയത്? അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞാൽ തെറ്റാണ്. ബിക്കോസ് ബേസിലിന്റെ പ്രിയംവദ കാതരയാണോ ഞാൻ കണ്ടപ്പോഴാണ് ആ ക്രാഫ്റ്റ്, അയാളിൽ ഒരു നല്ല ക്രാഫ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതിപ്പോ ഒരു നല്ല വർക്ക് കാണുമ്പോൾ. മിഥുനോട് സംസാരിച്ചപ്പം മിഥുന്റെ ഒരു വൊക്കാബുലറി ഉണ്ട്. മിഥുന്റെ വൊക്കാബുലറി വളരെ രസകരമാണ്. അത്രയും എന്റെ പ്രായത്തിലുള്ള ഒരാൾ അത്രയും ചടുലമായിട്ട് നമ്മൾ പറയില്ല അനർഘ നിർഗളമായിട്ട് മലയാള പദങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ആകെ തരിച്ച് ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്ന എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ കണ്ടപ്പോൾ. അല്ലാതെ ഇവരൊക്കെ ഭയങ്കര ടാലന്റായി നാളെ ഒരു മിന്നൽ മുരളി ഒന്നും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരുടെ സഹായം ആവശ്യമാണ്. അവരെ കൊണ്ട് എനിക്ക് സഹായം കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു ലേണിംഗ് കിട്ടും എന്നുള്ള യെസ് എന്റെ ആവശ്യം നടക്കുന്നുള്ളതായിരുന്നു. ഞാൻ അവരിലോട്ട് പോയതാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മ്യൂച്വൽ ഹെൽപ്പായിരുന്നു ആ സമയത്ത്. അവർക്ക് എനിക്ക് അവരോട് വർക്ക് ചെയ്യുന്നതും അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും മ്യൂച്വൽ ഹെൽപ്പായിരുന്നു. അത് ഗ്രോയിങ് അപ്പ് ആണ്.
നമ്മൾ അപ്പുറത്ത് ഒരു പെൻസിൽ ഒടിഞ്ഞു പോയാൽ തൊട്ടപ്പുറത്ത് കൂട്ടുകാരിന്ന് വാങ്ങി പണ്ട് എഴുതില്ലേ, സെയിം. അജു ചേട്ടാ, ഇപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പപ്പേട്ടൻ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരുപാട് പേർക്ക് ഇഷ്ടമായ ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്നുള്ളത് ആണ് പ്രൈമറിലി എനിക്കുണ്ടാവുന്ന ഫീല്. റിസീവ് ചെയ്യാതിരിക്കുമ്പോഴാണ് ആ കറക്ഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു തിരിഞ്ഞു നോട്ടം ആവശ്യം വരുന്നത്. മറ്റേത് ജോലി കഴിഞ്ഞു. പിന്നെ പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അതും 2023 ഷൂട്ട് ചെയ്താണ്. ഞാനൊരു 10 മിനിറ്റാണ് കേട്ടത് എന്താണ് പപ്പൻ എന്നുള്ളത്. വിഷ്ണു എന്റെ സുഹൃത്താണ്, നീരജാണ് ഹീറോ, രഞ്ജിത്ത് ഏട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 കൺട്രീസ് എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു തന്ന ആളാണ്. ഒരു രീതിയിൽ ഞാൻ അവിശ്വസിക്കേണ്ട ടീമല്ല. 10 മിനിറ്റ് പപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിഷ്ണുവോട് പറഞ്ഞ ഉത്തരം ഇതാണ്: ഒരു 10-20 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിന് മേലെ പോകണം എന്ന് തന്നെ ഡൗട്ടാ. അല്ലെങ്കിൽ പോട്ടെ, ഒരു 20 ശേഷം ഇവിടുന്ന് തന്നെ കാലഹരണപ്പെട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്പീഷീസ് ആണ് പപ്പൻ. കുറെ പപ്പന്മാർ പണ്ടൊക്കെ നമ്മൾ 1960-കളിൽ 70-കളിലൊക്കെ കാണുന്ന സിനിമകളിൽ ചില അമ്മാവന്മാരുണ്ട് അല്ലേ, കിണ്ടിയിൽ കാല് കഴുകി അകത്ത് കയറുന്ന. അന്ന് സ്ഥിരമായിരുന്നു, പുറത്ത് മണ്ണാണ്, ചെരുപ്പില്ല, അങ്ങനത്തെ അവരുടെ ഭാഷാ രീതിയുണ്ട്. വളരെ ഒരു വേറൊരു പെങ്ങളെ കെട്ടിച്ചിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറിയിട്ട് വളരെ അധികാരത്തോടെ പെരുമാറുന്നുണ്ട് കഴിഞ്ഞാൽ പുല്ല് ഉണ്ടാക്കി കൊടുത്ത വീടുമല്ല അന്നത്തെ ചില അമ്മാവന്മാരുടെ. അപ്പൊ ആ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ടോക്സിസിറ്റീസ് നമുക്ക് തോന്നുന്ന പിന്നെ അവരിന്നില്ലല്ലോ. ഇന്ന് നമ്മുടെ ചുറ്റും അങ്ങനെ ഉണ്ടോ? വളരെ വളരെ അങ്ങനെ എന്റെ കണ്ണിൽ അങ്ങനെ കുറെ കാലമായി അങ്ങനെ ആരെങ്കിലും പെട്ടിട്ട്. അപ്പൊ നാളെ ഇങ്ങനത്തെ പപ്പന്മാരില്ലാണ്ടാകും. അപ്പൊ അത് ഒരു ഭയങ്കര സോഷ്യൽ റെപ്രസെന്റേഷൻ ആണ്, സിനിമയിൽ അടയാളപ്പെടുത്തലാണ്. അപ്പൊ അങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകൾ എന്നും ടൈംലെസ് ആണ്, അത് നിലനിൽക്കും എന്ന് പറഞ്ഞ് എന്റെ താങ്ക്യൂവും നന്ദി അന്ന് തന്നെ ഞാൻ രഞ്ജിത്തേട്ടനോടും വിഷ്ണുവിനോടും പറഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ. രജപുത്ര വിഷ്വൽ മീഡിയ, രഞ്ജിത്തേട്ടൻ, ചിപ്പി ചേച്ചി, മകൾ അവന്തിക, വിഷ്ണു, എഴുതിയ വിഷ്ണു. കാര്യം അത് എളുപ്പമല്ല. വിഷ്ണുവിന്റെ ഉള്ളിലൊരു പപ്പനുണ്ട്, പപ്പൻ എന്റെ ഉള്ളിലുണ്ട്. അതിൽ ഞാൻ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. കാര്യം നമ്മൾ കുറച്ചു മുന്നേ അല്ലെങ്കിൽ ഇന്ന ഒരു 80s ബോൺ ആയിട്ടുള്ള പലരുടെ ഉള്ളിൽ പല കാര്യങ്ങളും അന്ന് ശരിയാന്നുള്ളത് ഇന്ന് തെറ്റായി മാറിയത് ഇപ്പൊ ഒരു 3-4 വർഷത്തിലാ. അത് ഒന്ന് സമയം തരണം പലർക്കും അതൊന്ന് ശരിയാക്കി എടുക്കാൻ. അപ്പൊ ഇങ്ങനെ കാണിച്ച് അത് തമാശ രീതിയിൽ തെറ്റാന്ന് കാണിക്കുമ്പോൾ അപ്പൊ അപ്പനൊരു ലിസി വന്ന പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോ വർക്കറായിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ നല്ല ഇന്റർവ്യൂസിലൂടെ ഒക്കെ ഇതേപോലെ പരിവർത്തനങ്ങൾ സംഭവിക്കട്ടെ. സോ നീരജിനോടും ഹോൾ ടീം ഓഫ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഞാൻ ഈ ഒരു അവസരത്തിൽ ഐ എം താങ്ക്ഫുൾ. നമുക്ക് വീണ്ടും നാൻസി റാണിലോട്ട് തിരിച്ചു വരാം. ലഘുഷ, അതെ അതെ, അങ്ങനെയല്ല, ആവറേജ് ആയിരുന്നു ബോക്സ് ഓഫീസ്. അതിന്റെ പ്രൊഡ്യൂസർ ഇന്നില്ല, ജെയ്സൺ ചേട്ടൻ. ലഘുഷയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഈ അവസരത്തിൽ പറയേണ്ട കാര്യമാണ് ജെയ്സൺ ചേട്ടൻ. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ ഫോൺ കോളിൽ മലയാളത്തിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൺട്രോളറായിട്ട് അല്ലേ, വളരെ സീനിയർ ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണെന്ന്. ജെയ്സൺ ചേട്ടൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ചോദിച്ചപ്പോൾ തിരിച്ച് ജെയ്സൺ ചേട്ടൻ ചെയ്യാന്നുള്ള ഒറ്റ ഇത്ര എളുപ്പത്തിൽ ഒരു പ്രൊജക്ട് ഓണായിട്ടില്ല എന്റെ ലൈഫിൽ. അതായിരുന്നു ലവകുശ. അതുകൊണ്ട് തന്നെ അത് വളരെ ഫേവറേറ്റ് ആണ് എനിക്കും നീരജിനും, അല്ലാതെ തന്നെ പല റീസൺ കൊണ്ടും. ഇതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ചേട്ടന്റെ ഫാമിലി, റുബി ചേച്ചി ആണെങ്കിലും മോള് പുണ്യ, അവരൊക്കെ നമുക്ക് ഭയങ്കര ഇത്രയും പേര് ഇത്രയും വർഷം കഴിഞ്ഞോ പറയുകയാണെങ്കിൽ അത്രയും അദ്ദേഹം ആ സെറ്റിൽ അവരോടുകൂടെയാണ് ഇടപെട്ടിരുന്നത്. ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. നീരജിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നീരജിനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ സാധ്യതയുണ്ട്. കാര്യം അവൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു. ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോ നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യയിൽ നിന്ന് ഈ സിനിമയുടെ നിർമ്മാതാവിലേക്കുള്ള ആ ഒരു ദൂരവും അതോടൊപ്പം ആ ഒരു പ്രോസസ്സും എത്ര കഠിനമായിരുന്നു? നല്ല കഠിനമായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് ഫിലിം പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഈവൻ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ഞാനോ ഫാമിലിയോ ആരും ലിങ്ക്ഡ് അല്ല, ഒന്നുമില്ല. ആകെ മനുവിന്റെ താല്പര്യം, മനുവിന്റെ ഇഷ്ടം, മൂവി, ആ ഒരു രീതിയിലായിരുന്നു അതിലേക്ക് കണക്ട് ആയത്. അപ്പൊ മനു മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അജു ചേട്ടനോട് ആരോടാ ചോദിച്ചാലും അറിയാം, ഞാൻ ആ സെറ്റിൽ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അത് മനുവിന്റെ മരണശേഷമാണ് ഞാൻ ആക്ച്വലി അതിലേക്ക് ജോയിൻ ചെയ്തത്. ഞാൻ പറഞ്ഞ അപ്പൊ എനിക്കൊന്നും അറിയുന്നതല്ല. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ
എല്ലാം എന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണെങ്കിൽ ഓരോന്ന് പഠിച്ചും ചോദിച്ചും ഒക്കെ അത് ചെയ്യാന്ന് പറഞ്ഞത്, ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അതിലേക്ക് വരുമ്പോൾ അതും ആ ഒരു ഷോക്ക്, അതിൻ്റെയൊക്കെ ഒപ്പം ഞാൻ ചെന്നതാ. അപ്പൊ എനിക്കത് ഭയങ്കര ടഫായിരുന്നു. ബട്ട് ഇപ്പൊ കുറച്ചു മുമ്പ് ആരോ ചോദിച്ചു ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ വിജയിക്കുവോ എന്ന്. വിജയിക്കുവോ അല്ലെങ്കിൽ നഷ്ടമാവോ, എന്നെ സംബന്ധിച്ചിട്ട് മരിച്ചത് എൻ്റെ ഭർത്താവാണ്. ഈ മൂവിക്ക് ഡയറക്ടർ ആയിട്ടുണ്ട്, പേഴ്സണലി നോക്കി എൻ്റെ ഭർത്താവാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡ്രീമാണത്. അതാണ് എനിക്ക്, അദ്ദേഹത്തിന് ആ മൂവി പുറത്തേക്ക് വരണം എന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിയത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ യാത്ര ഒട്ടും സിമ്പിൾ അല്ലായിരിക്കുമെന്ന് മേ ബി ഊഹിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. കാരണം ആ ഒരു സങ്കടവും വിഷമവും അവിടെ കിടക്കുന്നു, അതിന്റെ ഒപ്പം ഈ മൂവിയുടെ ടെൻഷനും ഇതും എല്ലാം ഇപ്പുറത്ത് കിടക്കുന്നു. ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ടു ഡിഫിക്കൽട്ട്. ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട് വന്ന ഒരു ഘടകം എന്താണ്? ഇൻ ദ സെൻസ്, അതായത് ഇപ്പോ എങ്ങനെയൊക്കെ വന്നാലും ഈ സിനിമ റിലീസ് ചെയ്യും, എന്തൊക്കെ സംഭവിച്ചാലും. ഇപ്പോ പറഞ്ഞില്ലേ, പല പ്രമുഖ താരങ്ങളുടെയും വിട്ടു നിൽക്കല് കാരണം പോലും നമുക്കറിയില്ല. അപ്പൊ ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഈ സിനിമ വിടില്ല എന്നുള്ള ഇൻസ്പിറേഷൻ ഹസ്ബൻഡ് തന്നെയാണ്. അതെ, അദ്ദേഹത്തിന്റെ സ്വപ്നമാണിത്. ആ സ്വപ്നം സിനിമ റിലീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു, ഇപ്പൊ നമ്മൾക്കൊരു അടുപ്പമുള്ള ഒരാളുടെ സ്വപ്നം നമ്മൾക്ക് എന്തായാലും ലൈക്ക് നടത്തി കൊടുക്കണം എന്നായിരിക്കുമല്ലോ ബേസിക്കലി ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ സ്വപ്നം പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണല്ലോ എന്റെയും ലക്ഷ്യമുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായത് സത്യത്തില്. ഓക്കെ മാം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്കൾ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു, പ്രൊഡക്ഷൻ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ താങ്കൾക്ക് അറിയാം. അപ്പം മാഡം പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു, ശരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് നടന്നായിട്ട് അറിയാവോ സാറിന്? ഞാനതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എഡിറ്റർ ആണ് അമിത്. ക്വസ്റ്റ്യൻ ഒന്നോടെ ചോദിക്കാവോ? മാഡം പ്രൊഡക്ഷൻ ഇല്ലായിരുന്നല്ലോ, അപ്പൊ താങ്കൾ ഫുൾ ടൈം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. സെറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണോ? അല്ല, അങ്ങനല്ല. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വളരെ കൊച്ചു ചിത്രമായിരുന്നു. അജുചേട്ടൻ, ശ്രീനിവാസൻ സാറ്, ലാൽ സാറ്, 2-3 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ പോയി കോവിഡ് വന്ന് ആ ഒരു ക്രൈസിസിൽ നിന്ന് മെയിൻ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഫണ്ട് ചെയ്തവർ ബാക്ക് ഓഫ് ചെയ്തു. ആ ടൈമിൽ കോവിഡ് ആയതുകൊണ്ട് ഫിലിം ഭയങ്കര പ്രതിസന്ധി ആയിരുന്നല്ലോ. അങ്ങനെ സാറ് തീരുമാനിച്ചു, നാൻസി റാണി അങ്ങനെ ഒതുങ്ങി പോവരുത്, സാർ ഇരുന്ന് എഴുത്താണ് സാറിന്റെ ഏറ്റവും വലിയ ശക്തി. ഞങ്ങൾക്ക് അറിയാം. ഈ നാൻസി റാണി വരെ സാറിന്റെ ഒരു വളരെ കൊച്ചു ചിത്ര, ഒരുപാട് വലിയ വലിയ കഥകളും, അടിപൊളി ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര നഷ്ടമാണ്. അപ്പൊ സാറ് ആ ഒരു കോവിഡ് ടൈമിൽ ഇരുന്ന് എഴുതി വലുതാക്കി. അതാണ് ഇത്രയും 36+ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ശരിക്കും എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്ത് കുറെ പേരെ മാറ്റേണ്ട വന്നു. അത് വിഷമമുണ്ട്, പക്ഷെ നല്ല നല്ല സീൻസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ സാറ് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി. പ്രൊഡക്ഷനിൽ സപ്പോർട്ട് ചെയ്തത് മാമാണ്. അങ്ങനെ ഇന്ന് ഈ കാണുന്ന നാൻസി റാണി, അത് ഏപ്രിൽ 18 ഇറങ്ങും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു സിനിമയായിരിക്കും അത്. ഇത്രയും വർഷം ഡിലേ ആയതുകൊണ്ട് അത് തീരെ ഒരു മോശമായിരിക്കത്തില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക് യു. ഇപ്പോൾ മമ്മൂക്ക വ്യത്യസ്തമായ ജേണലുകളിലുള്ള സിനിമകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആരാധകർ, അദ്ദേഹത്തിന്റെ ഏത് സിനിമകളായാലും, അത് കമേഴ്ഷ്യൽ സിനിമകളായാലും ആർട്ട് സിനിമകളായാലും നെഞ്ചോട് ചേർത്ത ആരാധകരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഇപ്പം വാലിബന്റെ ഡയറക്ടർ ആയാൽ പോലും സിനിമ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത്, മമ്മൂക്കയുടെ എല്ലാ സിനിമകളെയും, ഏത് തരത്തിലുള്ള സിനിമകളെയും, മമ്മൂക്കയുടെ എല്ലാ പരീക്ഷണങ്ങളെയും ചേർത്ത് കിടത്തുന്ന ആരാധക കൂട്ടമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഫാൻസ് അദ്ദേഹത്തിന്റെ ഒരു പവറാണ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഏപ്രിൽ 10-ാം തീയതി അദ്ദേഹത്തിന്റെ ബസോക്ക എന്ന് പറയുന്ന മലയാളി പ്രേക്ഷകർ അത്രയും കാത്തിരിക്കുന്ന ഒരു സിനിമ റിലീസ് ആകാനായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സിനിമ വരുന്നത് ആ സിനിമ റിലീസായതിനു ശേഷം അടുത്ത ആഴ്ചയിലേക്കാണ്. അപ്പം നല്ല സിനിമകളെ എന്നും നെഞ്ചോട് ചേർത്ത ഒരു ആരാധക കൂട്ടമാണ് മമ്മൂക്കയുടേത്.
അപ്പം ഏപ്രിൽ 10-ാം തീയതി ബസോക്ക വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ നെക്സ്റ്റ് വീക്കിലാണ് നമ്മുടെ ഈ സിനിമ വരുന്നത്. അപ്പം എത്രത്തോളം മമ്മൂക്ക ആരാധകരെ ഈ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്? മമ്മൂക്ക ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ്? തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ നല്ല സിനിമകളെ മമ്മൂക്ക ഫാൻസ് എപ്പോഴും നെഞ്ചോട് ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേ രീതിയിൽ തന്നെ ഇത് ഒരു നല്ല മികച്ച സിനിമയായിട്ട് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നു. ഇതിൽ അഭിനയിച്ചവരാണെങ്കിലും അത് തന്നെ പറയും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇതും ജനങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഫാൻസ് എന്തായാലും ഏറ്റെടുക്കുന്ന ഒരു മൂവിയായിട്ട് തന്നെ പറയാം. കാരണം എനിക്ക് തോന്നുന്നു 2023 സെപ്റ്റംബർ 7 അതിന്റെ സോങ് ഇറങ്ങിയിരുന്നു. അതും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും ഏറ്റെടുത്തൊരു സോങ് തന്നെയായിരുന്നു. ഇതും സിനിമയും അതേപോലെ തന്നെയാണ്. ഒട്ടനവധി ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട് വൈവിധ്യമാർന്ന വേഷങ്ങൾ. അപ്പോൾ ഈ നാൻസി റാണിയിൽ ദേവി അജിത്ത് എന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആ വേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കാമോ? ആക്ഷൻ ഹീറോ ബിജുല് അങ്ങനെ സംഭവിച്ചു പോയി. അതങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല, അത് ആൾക്കാര് നല്ലതാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലതാണെന്ന്. ആൻഡ് ഇതില് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ ഇവരെല്ലാരും പറഞ്ഞതുപോലെ എനിക്ക് മനു എന്നൊരു വ്യക്തി, മനു നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഈ ക്ലാപ്പ്, ഈ പറയുന്ന ഒരു സീൻ കഴിയുമ്പം കിട്ടുന്ന ക്ലാപ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിലും ഇതുവരെ ഞാൻ അഭിനയിച്ചതിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന്. അതും ഫുൾ ക്രൂ ആണ് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങളെങ്ങനെ റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഞാനത് മോശമായിട്ടാണോ ചെയ്തതെന്നൊക്കെ നിങ്ങൾ വേണം വിലയിരുത്താൻ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാര്യം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതും. ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു. ഞാനും അന്തം വിട്ടു പോവായിരുന്നു. ഒരു ദിവസം ഒരു ദിവസം സോഹൻ, അർജുന, ഞാൻ നോക്കുമ്പോ ഒരുപാട് പേര് അഭിനയിച്ച, സണ്ണി, ധ്രുവൻ, അങ്ങനെ ഇത്രയും ആൾക്കാര് വന്നു പോയ ഒരു സിനിമ. ലെന ഉണ്ട്, മാലാപാർവതി, അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഞാൻ എന്തോ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കത് സന്തോഷമാണ്. അതിന് എങ്ങനെയാവുമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ഒരു സിനിമ അജിത്തിന്റെ കൂടെ ഒരു സിനിമയെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ അത് ഇവിടെ പറഞ്ഞതുപോലെ അതൊരു ട്രാജഡി ആയിരുന്നു ആ സിനിമ. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ കാശില്ല അതിനുള്ള. സോ സർവൈവലിന്റെ കാര്യവും ഐ എം നോട്ട് എ പ്രൊഡ്യൂസർ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല അത് ചെയ്യാൻ. അപ്പം അത് ചെയ്തിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാവുള്ളൂ. ആൻഡ് ഞാൻ ഒരുപാട് സഫർ ചെയ്തതാണ് ആ പ്രൊഡ്യൂസർ ആയപ്പോൾ. അത് തിയേറ്ററിലേക്ക് എത്തിക്കാനും അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ വിചാരിച്ച അത്രയും നമുക്ക് കാശ് തിരിച്ചു കിട്ടിയില്ല. ഒരുപാട് കാശ് കയ്യിൽ നിന്ന് പോയി, ആള് പോയി. സോ അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഇതുപോലെ ഒരു സിനിമ ഫുള്ളായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഒറ്റ സിനിമയാണ്. അതല്ലാതെ ഞാൻ എൻ്റെ ക്യാരക്ടർ പറയും, ഞാൻ പോയി ചെയ്യും. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്കറിയില്ല സിനിമയെ കുറിച്ച്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടൻ അങ്ങനെ അഭിനയിച്ച് ചെയ്യുന്നത് ഒരു ഇറസ്പോൺസിബിൾ ആയ ഒരു നിലപാടല്ലേ? അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് ഒരു തർക്കം എന്നുള്ള രീതിയിലേക്ക് എടുത്തത് എനിക്ക് ഈ ചോദ്യം ജനം കേൾക്കണേ. ഞാൻ വെറുതെ ഇതിന് ഉത്തരം പറയാൻ. അജിത് ചേട്ടാ, ആപ് കൈസേ ഹോ എന്ന ആ പ്രസ് മീറ്റ് സമയത്ത് ഒരു ചേച്ചി ധ്യാൻ ശ്രീനിവാസനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സുപ്പി ഗെയിമിംഗ് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തില് എന്തിനാണ് അഭിനയിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതിന് ധ്യാൻ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗായിട്ടുള്ള രീതിയിൽ
എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല എന്നാണ്. അപ്പൊ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അത് പറയാൻ സാധിക്കുന്നു? ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി. ഈ ഇതേപോലത്തെ ഉള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ കോവിഡ് ടൈമിൽ. അപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് ഇതില്ല. പക്ഷെ അന്ന് ഞാനത് തിരുത്തി, ഞാൻ അതിന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു, അഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു. ഞാൻ പറഞ്ഞത് 100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും പാർട്ട്ണറെന്നും പ്രൊഡക്ഷൻ ഹൗസിൽ ഇത് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി, ഇപ്പോഴത്തെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തിലാണ്. പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനമല്ല ഇന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അയാൾക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നത് കൊണ്ടാണ്. ഈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോഴേ അയാൾ തമാശ പറയും അല്ലേ? അതപ്പോ പറയണം, അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം. നേരത്തെ മറ്റേ ടോപ്പിക് പോലെ തന്നെ. പക്ഷെ എൻ്റെ പേഴ്സണൽ ടേക്ക് ഇതാണ്, എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ബീങ് എൻ ആക്ടർ, പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനും ആ ഗെയിം കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസ് ഒക്കെ കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. ഓക്കെ, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകുമ്പോൾ, മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഗെയിമിങ് ഇങ്ങനത്തെ ഓഫേഴ്സ് പരസ്യങ്ങളൊന്നും വന്നാൽ നമുക്ക് തോന്നില്ല. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനല്ലേ, നമുക്ക് തോന്നും. പക്ഷെ അതിന് ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വേറെ ഇപ്പോൾ വഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ സോഹൻ സീനിൽ ചേട്ടൻ പറഞ്ഞു ഒരു ഞാൻ തിരിച്ചു വെച്ച ഒരു ചോദ്യം, ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല? അപ്പൊ എൻ്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന ഒരു കാര്യം, വിരാട് കോഹ്ലിയും തമന്നയും ഞാനും വരുന്ന കേസിലെ പ്രതികൾ. അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം, വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പറയാലോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു. അപ്പൊ പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് പ്രിവിലേജ് അപ്പൊ അല്ലേ? അപ്പൊ ധ്യാൻ ശ്രീനിവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡും മാറ്റണ്ടേ? അല്ലാതെ സിഗരറ്റ് ഇവിടെ വിൽക്കാം, മദ്യം ഇവിടെ വിൽക്കാം, അത് മരിച്ചു പോകുന്ന നമുക്കറിയാം, ചെയ്താൽ ശരീരത്തിന് നല്ലതെന്ന് അറിയാം, അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം, അത് ചെയ്യുന്നത് തെറ്റ്. അതെന്താ പറയുക, അത് ഭയങ്കര നേർരേഖയാണ്. എനിക്കൊന്ന് സോഹൻ ചേട്ടൻ അതിനെ കുറിച്ച് എന്തോ, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാൾ മുമ്പ് ശരിക്കും അറിയില്ല ഇതിനെ കുറിച്ച്. അജിച്ചേട്ടാ, ഇപ്പോ ഷാറുഖ് ഖാനെയോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ ചോദ്യം ചെയ്യാൻ കിട്ടാറില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കെതിരെ ഡൗട്ട് ചോദിക്കട്ടെ? അതെ അതെ, മാത്രല്ല എന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതുകൊണ്ട് മാത്രല്ല അവർക്കൊക്കെ അവരുടെ PR ടീമും അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിൻ്റെയൊക്കെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യൂടെ എന്ന് തോന്നിപ്പോകും. അപ്പോഴാണ് താങ്കൾ പറഞ്ഞ ഈ സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്. യെസ്, അതൊരാളുടെ പേഴ്സണൽ ടേക്കാണ്. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ ലെറ്റ് ഇറ്റ് കറക്റ്റ്. ഞാനും അങ്ങനെ ഒരിക്കൽ ചെയ്തു, അത് തെറ്റാണ് ചൂണ്ടിക്കാണിച്ച സമയത്ത് ഐ കറക്റ്റ്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും ആരുമില്ല.
എല്ലാവരും ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അതിൽ അല്ലെങ്കിൽ മനുഷ്യനല്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര നമ്മള് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് അയാൾക്ക് ഒരു എറർ പറ്റി ഉത്തരം പറഞ്ഞതിന് അയാൾ എത്രയോ നമ്മളെ ചിരിപ്പിച്ചതാണ്. അത് പുള്ളിക്ക് തെറ്റാണെന്ന് തോന്നിയില്ലെന്ന് എനിക്കറിയാം. ഞാനത് കറക്ഷൻ കൂടെ വേണം, എനിക്കൊരു കറക്ഷൻ വേണം. ഇത് എനിക്ക് എന്റെ വേർഷനാണ് കേട്ടോ അന്നത്തെ പ്രസ് മീറ്റിന്റെ. പുള്ളിക്ക് ഇത് തെറ്റാണോ തോന്നിയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ധ്യാനു വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നതാണ്. പറഞ്ഞു അതിൽ തന്നെ അതിൽ പറയുന്നുണ്ടല്ലേ? ഓക്കെ, ആ ചേട്ടനോട് ചോദിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയെ പറ്റിയാണെങ്കിൽ എനിക്ക് അത് കുറച്ച് കൂടുതലാണ്. അല്ലല്ല ചേട്ടാ, അതല്ല, അതായത് ഇപ്പോ ചേട്ടൻ പറഞ്ഞു സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണോ അതിന്റെ അർത്ഥം? മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പക്ഷേ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകര് ഈ സിനിമ കണ്ടതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായെങ്കിൽ അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി, അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചു നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പായ നാടാണിത്. സ്റ്റോപ്പ് വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവുന്നു. അന്ന് നന്മയുള്ള സിനിമകൾ ഓടിയിരുന്നു. ഇപ്പൊ ജനപ്രിയൻ, വിനോദയാത്ര, സത്യനന്ദിക്കാടിന്റെ സിനിമകള്. ഇന്ന് അതേ ആളുകളുടെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല, മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമാക്കാര്? അതിനോട് എനിക്ക് 1% പോലും യോജിപ്പില്ല. ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല, അത് നന്മയുള്ള സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ മഞ്ഞമ്മൽ ബോയ്സ്, അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ്. സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ സിനിമയാണ്. സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കണം. അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലുന്ന ഒരു വയലൻസ് സിനിമ ഉണ്ടാക്കിയ നിങ്ങളാരും കാണില്ല. ആ സിനിമ നന്നായിരിക്കും. അപ്പൊ അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിനെ സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ എനിക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രപൂർവ്വം ആദ്യം ഞാനൊരു ഗംഭീര സിനിമ ഉണ്ടാക്കണം. ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയം സിനിമ ഉണ്ടാക്കാൻ ആരും കാണില്ല. അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹ്യ മാറ്റത്തിൽ കുറ്റം പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലഹരിക്കെതിരെ സിനിമയെക്കാളൊക്കെ വലിയ മാഫിയാണ് ലഹരി മാഫിയ. എത്രയോ കോടികളാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് ലഹരി കൊണ്ടുവരാൻ. അപ്പോ അവരെയൊക്കെ സേഫ് ചെയ്തുകൊണ്ട് സിനിമയെ മാത്രം തകയും. അറിയത്തില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷൂട്ടിന്റെ വിശേഷങ്ങളും അവൻ പറഞ്ഞെന്നല്ലാതെ പൊന്നപ്പനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ചതിയാണല്ലോ, അതിനെ മാസാക്കാൻ പറ്റില്ലല്ലോ. തിരിച്ച് നാൻസി റാണിലോട്ട് തന്നെ വരാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.